ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വൻ മതിലുകൾ, കൂറ്റൻ പ്രതിമകൾ, നൂതന കണ്ടുപിടുത്തങ്ങൾ, ലോകത്തെ മാറ്റിമറിച്ച സിദ്ധാന്തങ്ങൾ. ഈ നേട്ടങ്ങളുടെയെല്ലാം പിന്നിൽ ഒരു പൊതുഘടകമുണ്ടായിരുന്നു. കർമ്മത്തിന്റെ നിശബ്ദമായ തപസ്. ഒരു യഥാർത്ഥ മാസ്റ്റർ പീസ് നിർമ്മിക്കപ്പെടുമ്പോൾ അത് ആരംഭിക്കുന്നത് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രത്തിലല്ല, മറിച്ച് ഒറ്റപ്പെട്ട ഒരിടത്ത് കഠിനമായ ഏകാഗ്രതയിൽ നിന്നാണ്. മനുഷ്യന്റെ മനസ്സ് ഒരു വിചിത്രമായ ഇടമാണ്. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പിറവിയെടുക്കുന്നത്. അവിടെ തന്നെയാണ് അവയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടുന്നതും. നമ്മൾ ഒരു വലിയ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ നിമിഷം മുതൽ അതിൻ്റെ പവിത്രതയും ശക്തിയും കുറയാൻ തുടങ്ങുന്നു. ആവേശം, അതിരുകടന്ന ആത്മവിശ്വാസം, അല്ലെങ്കിൽ സാമൂഹിക അംഗീകാരത്തിനായുള്ള ദാഹം, ഈ കാരണങ്ങളാൽ നിങ്ങളുടെ മഹത്തായ ലക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ വഴിയിൽ സ്വയം ഒരു വലിയ തടസ്സമായി മാറുകയാണ്. എന്തുകൊണ്ടാണ് നിശബ്ദതയ്ക്ക് ശബ്ദത്തെക്കാൾ ഇത്രയധികം ശക്തി കൈവരുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങളുടെ യാത്രയിൽ വാക്കുകളെ ഒഴിവാക്കി പ്രവൃത്തികളെ മാത്രം മുന്നോട്ട് നിർത്തേണ്ടത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ആഴത്തിലുള്ള തത്വശാസ്ത്രപരമായ 8 കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിഫലനങ്ങൾ ലഭിക്കുന്നതിലൂടെ പ്രചോദിതരാകാൻ വേണ്ടിയാണ്. ഒരു ലക്ഷ്യം നേടുമ്പോൾ മസ്തിഷ്കം ഡോപാമൈൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് സംതൃപ്തി നൽകുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അഭിനന്ദനം, പ്രോത്സാഹന വാചകങ്ങൾ, സാമൂഹിക അംഗീകാരം എന്നിവയെ നിങ്ങളുടെ മസ്തിഷ്കം യഥാർത്ഥ വിജയത്തിന്റെ തൽക്ഷണ പ്രതിഫലമായി തെറ്റിദ്ധരിക്കുന്നു. ഈ പ്രതിഭാസത്തെ സാമൂഹിക മനഃശാസ്ത്രജ്ഞർ പ്രീമേച്ചർ മാസ്റ്ററി അഥവാ അകാലത്തിലെ പൂർണ്ണത എന്ന് വിളിക്കുന്നു. ലക്ഷ്യം നേടിയെടുക്കാൻ ചെയ്യേണ്ട കഠിനാധ്വാനത്തിനു മുൻപ് തന്നെ നിങ്ങൾ വിജയത്തിന്റെ ചെറിയൊരു രുചി ആസ്വദിച്ചു കഴിയുന്നു. ഇതോടെ യഥാർത്ഥത്തിൽ പണിയെടുക്കാനുള്ള തീവ്രമായ ആന്തരിക പ്രചോദനം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു തോട്ടത്തിലെ കായകൾ പാകമാകുന്നതിന് മുൻപ് പറിച്ചെടുക്കുന്നത് പോലെയാണ്. അത് നിങ്ങളുടെ ഊർജത്തെയും ലക്ഷ്യബോധത്തെയും മലിനമാക്കും. നിങ്ങളുടെ പ്രചോദനം പുറത്തുനിന്നുള്ള അഭിനന്ദനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്വയം ജ്വലിക്കേണ്ട തീയാണ്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, നാം വലിയൊരു ലക്ഷ്യം തേടുമ്പോൾ ആ ലക്ഷ്യം മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അതീതമായിരിക്കണമെന്നുള്ളതാണ്. നിങ്ങളുടെ പദ്ധതികൾ പരസ്യമാക്കുമ്പോൾ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു വിധികർത്താക്കളുടെ മുന്നിൽ സ്വയം സമർപ്പിക്കുകയാണ്. അവർ അവരുടെ ഭയം, അവരുടെ പരിമിതികൾ, അവരുടെ കഴിഞ്ഞ പരാജയങ്ങൾ എന്നിവയുടെ കണ്ണിലൂടെ നിങ്ങളെ വിലയിരുത്തും. ഈ വിമർശനങ്ങൾ നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിൽ പോലും നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയിൽ ഒരു വിള്ളൽ വീഴ്ത്തും. നിനക്ക് കഴിവില്ല എന്നൊരു വാക്കുമതി. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു വിത്തുപോലെ വളർന്ന് നിങ്ങളുടെ ഓരോ നീക്കത്തെയും സംശയത്തോടെ വീക്ഷിക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ ഒരു വലിയ കോട്ട കെട്ടിപ്പടുക്കുമ്പോൾ അതിന്റെ അടിത്തറ ശക്തമാകുന്നതുവരെ നിങ്ങൾ അത് പുറം ലോകത്തു നിന്നും മറച്ചു വെക്കണം. വിമർശനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റുകയും തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയായി നിങ്ങളുടെ ലക്ഷ്യത്തെ മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് വിമർശനത്തിന്റെ വിഷലിപ്തതയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക. നിങ്ങളുടെ മനസ്സൊരു സ്വകാര്യ പൂന്തോട്ടമാണ്. അവിടെ സംശയത്തിന്റെ കളകളെ വളരാൻ ഒരിക്കലും അനുവദിക്കരുത്. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ മാനസികോർജം മുഴുവൻ ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ലോകോത്തര അത്ലറ്റുകൾ മുതൽ പ്രതിഭാധനരായ ശാസ്ത്രജ്ഞർ വരെ ഈ തത്വം പാലിക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ പലരുമായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ പലതരം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉപദേശങ്ങൾക്കും മറുപടി നൽകാൻ നിർബന്ധിതരായി മാറുന്നു. ഇത് നിങ്ങളുടെ ശ്രദ്ധാവൃത്തത്തെ വിഭജിക്കുന്നു. നിങ്ങളുടെ ചിന്തയുടെയും സമയത്തിന്റെയും ഒരു ഭാഗം സംസാരത്തിനും ചർച്ചകൾക്കുമായി പാഴാക്കുന്നു. ഒരു ലേസർ രശ്മി പോലെ നിങ്ങളുടെ ഊർജം കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ പ്രകടന നിലവാരം കുറയുന്നു. ലക്ഷ്യം നേടാൻ ആവശ്യമായ ആഴത്തിലുള്ള പ്രവർത്തനം അസാധ്യമായി മാറുന്നു. നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക ശേഷി പൂർണ്ണമായും നിങ്ങൾക്കായിരിക്കും. ആരും തടസ്സപ്പെടുത്താനില്ലാത്ത ഒരു നിശബ്ദതയിൽ നിങ്ങളുടെ പ്രശ്നപരിഹാര ശേഷിയും സർഗാത്മകതയും അതിന്റെ പരമോന്നതിയിലെത്തും. നാലാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആശയം കേവലം ഒരു ചിന്ത മാത്രമല്ല, അത് നിങ്ങളുടെ സമയത്തിന്റെയും ബുദ്ധിയുടെയും വിലയേറിയ ഒരു ഉൽപ്പന്നമാണ്.
നിങ്ങൾ ഒരാശയം പരസ്യമാക്കുമ്പോൾ അത് ലോകത്തിന്റെ പൊതുവിടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെക്കാൾ വലിയ സ്വാധീനമോ കൂടുതൽ വിഭവങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ വേഗതയോ ഉള്ള മറ്റൊരാൾക്ക് നിങ്ങളുടെ ആശയത്തെ എളുപ്പത്തിൽ കടമെടുക്കാനും അത് അവരുടേതായി പ്രഖ്യാപിക്കാനും സാധിക്കും. പലപ്പോഴും ആരാണ് ആദ്യം പറഞ്ഞത് എന്നതിനേക്കാൾ ആരാണ് ആദ്യം നടപ്പിലാക്കിയത് എന്നതിനാണ് ലോകം വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആശയം ആർക്കും മോഷണം നടത്താൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായി മാറുമ്പോൾ മാത്രമേ അത് ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്താവൂ. നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ മുൻകൈ സുരക്ഷിതമാകുന്നു. നിങ്ങളുടെ വിജയം ഒരു കൊടുങ്കാറ്റ് പോലെ അപ്രതീക്ഷിതമായിരിക്കണം. അഞ്ചാമതായി നാം മനസ്സിലാക്കേണ്ടത് ലക്ഷ്യത്തിലേക്കുള്ള വഴി എപ്പോഴും വളഞ്ഞതും ദുർഘടവുമാണ് എന്നുള്ളതാണ്. ഏറ്റവും മികച്ച പദ്ധതികൾ പോലും യാത്രക്കിടയിൽ തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടി വരും. ഒരു മികച്ച നേതാവും തന്ത്രജ്ഞനും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിവുള്ളവനായിരിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എ ലോകത്തോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യതിചലിക്കാൻ നിങ്ങൾക്കൊരുതരം മാനസിക പ്രതിരോധമുണ്ടാകും. കാരണം ഓരോ മാറ്റവും ഒരു പിന്മാറ്റമായി ലോകം വിലയിരുത്തിയേക്കാം. ഈ പൊതുസമ്മർദ്ദം കാരണം നിങ്ങൾക്ക് ശരിയായതും എന്നാൽ എല്ലാവർക്കും അപ്രതീക്ഷിതവുമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. നിങ്ങൾക്ക് പരാജയങ്ങളെ സ്വകാര്യമായി നേരിടാനും പുതിയ വഴികൾ പരീക്ഷിക്കാനും നിങ്ങളുടെ ലക്ഷ്യം നേടാൻ ഏറ്റവും മികച്ച പ്ലാൻ ഇസഡ് വരെ എത്തിച്ചേരാനുമുള്ള വഴക്കം ലഭിക്കുന്നു. ആറാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തോളിൽ അമിത പ്രതീക്ഷയുടെ ഭാരം വയ്ക്കുകയാണ്. ഈ ഭാരം നിങ്ങളുടെ പ്രകടനത്തെ പലപ്പോഴും തളർത്തും. ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ പരാജയം എല്ലാവരും വിധിക്കുന്ന ഒരു പൊതുവിഷയമായി മാറും. ഈ പൊതുവിചാരണയെ ഭയന്ന് പലരും വലിയ റിസ്കുകൾ എടുക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു. എന്നാൽ ഏറ്റവും വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ റിസ്കുകൾ എടുക്കുമ്പോഴാണ്. നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായിരിക്കുമ്പോൾ പരാജയം നിങ്ങളുടെ സ്വകാര്യ കാര്യമായി നിലനിൽക്കുന്നു. നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാം, അതിൽ നിന്ന് പഠിക്കാം, വീണ്ടും തുടങ്ങാം. ആരും നിങ്ങളെ വിധിക്കാനോ ചോദ്യം ചെയ്യാനോ അവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആരുടെയും പ്രതീക്ഷകളോ ഭയങ്ങളോ ഇല്ലാതെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുക. ഏഴാമതായി നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ആത്മവിശ്വാസം വളരുന്നത് പുറത്തു നിന്നുള്ള അംഗീകാരത്തിൽ നിന്നല്ല, മറിച്ച് ആന്തരികമായ സ്ഥിരീകരണത്തിൽ നിന്നാണ്. നിങ്ങൾ നിശബ്ദമായി പ്രവർത്തിക്കുകയും ഓരോ ചെറിയ വെല്ലുവിളിയും മറികടക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധ്യം വളരുന്നു, എനിക്കിത് ചെയ്യാൻ കഴിയും. ഈ ബോധ്യം ആഴത്തിലുള്ളതും പുറത്തു നിന്നുള്ള ശക്തികൾക്ക് തകർക്കാൻ കഴിയാത്തതുമാണ്. മറ്റുള്ളവരുടെ കയ്യടികളിൽ അധിഷ്ഠിതമായ ആത്മവിശ്വാസം ഒരു ചീട്ടുകൊട്ടാരം പോലെ പെട്ടെന്ന് തകർന്നേക്കാം. എന്നാൽ സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുത്ത ഓരോ ചെറിയ വിജയവും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഒരു ഉരുക്കുമതിലായി പടുത്തുയർത്തും. നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം പുറം ലോകമല്ല, നിങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുക. എട്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് ലോകം മാറ്റം ആവശ്യപ്പെടുന്നു, പക്ഷേ അത് കേവലം വാക്കുകളിലൂടെയല്ല. നിങ്ങളുടെ നിശബ്ദമായ പ്രവൃത്തി നിങ്ങൾ ലക്ഷ്യത്തിനായി നടത്തിയ തീവ്രമായ ഏകാഗ്രതയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമാണ്. നിശബ്ദമായി പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ വിജയം ഒരു നിഗൂഢതയായി മാറുന്നു. നിങ്ങളുടെ എതിരാളികൾക്കും സംശയിക്കുന്നവർക്കും നിങ്ങളുടെ നീക്കങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തി നിങ്ങളുടെ ഫലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ആ നിശബ്ദമായ പ്രവർത്തനം ഒരു വലിയ ആഘാതം സൃഷ്ടിക്കും. നിങ്ങളുടെ വിജയം ഒരു മിന്നൽപ്പിണർ പോലെ അപ്രതീക്ഷിതമാകുമ്പോൾ ലോകം നിങ്ങളെ ബഹുമാനിക്കുകയും ചോദ്യം ചെയ്യാതിരിക്കുകയും ചെയ്യും. കാരണം അപ്പോൾ നിങ്ങളുടെ വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ കഴിവുകളും ഫലങ്ങളുമാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മഹത്തായ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ഈ നിശബ്ദമായ ശക്തിയാണ്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്വപ്നം ഉദിക്കുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കുക, ഈ യാത്രയുടെ അവസാനം വരെ ഞാൻ നിശബ്ദനായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തെ ഒരു രഹസ്യ ഗ്രന്ഥം പോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള അറയിൽ സൂക്ഷിക്കുക. സംസാരം നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ വിയർപ്പ്, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ഏകാഗ്രത ഇതെല്ലാം നിങ്ങളുടെ വിജയത്തിനായി നിശബ്ദമായി പ്രവർത്തിക്കട്ടെ. നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ലോകം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആ നിശബ്ദത തകർക്കുന്ന ശബ്ദം നിങ്ങൾ നേടിയെടുത്ത മഹത്തായ വിജയത്തിന്റെ ഉച്ചത്തിലുള്ള പ്രഖ്യാപനമായിരിക്കും. അതൊരു കൊടുങ്കാറ്റ് പോലെ ലോകം മുഴുവൻ മുഴങ്ങും. ഇന്നു മുതൽ ഈ നിശബ്ദമായ തത്വശാസ്ത്രം നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറട്ടെ.
മുന്നോട്ട് പോവുക. നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.